നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട്, ദേശീയത അംഗീകരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷം തരുന്നൊരു വാർത്ത. എല്ലാവരും അറിഞ്ഞു കാണും, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ലഷ്കർ ഭീകരൻ സൈഫുള്ള ഖാലിദ് ഒരു പരമനാരിയായിരുന്നു. അവൻ 2006 RSSൻ്റെ കേന്ദ്ര കാര്യാലയമായ നാഗപ്പൂരിലെ കാര്യാലയം ആക്രമിക്കാൻ പ്ലാനും പദ്ധതിയൊക്കെ ഇട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ്. ഒന്നും നടന്നൊന്നുമില്ല. അവന് ഇന്നലെ പാകിസ്ഥാനിൽ പടമായി തൊലഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും. അജ്ഞാതരുടെ വെടിയേറ്റിട്ടാണ് ഇവൻ മരിച്ചത്. ഈ ജിഹാദി ഉണ്ടല്ലോ, ഈ ലഷ്കർ ഭീകരൻ എന്നല്ല ഭീകരൻ എന്നല്ല ഇവരെ വിളിക്കേണ്ടത്. ഇവരെ വെറും അല്ലേ പച്ച മലയാളത്തിൽ ചില വാക്കുകളുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് ഇവരെ വിളിക്കേണ്ടത്. എന്തായാലും ആൾ പടമായിട്ടുണ്ട്. 2006 കുറേ അഭ്യാസമൊക്കെ കാണിച്ചില്ലേ. ഒരു കാര്യം ആലോചിക്കേണ്ടത്, RSSൻ്റെ കാര്യാലയമായിക്കോട്ടെ, അല്ലെങ്കിൽ നാളെ ഒരു കോൺഗ്രസിൻ്റെ ഒരു ഓഫീസായിക്കോട്ടെ, BJPയുടെ കാര്യാലയമായിക്കോട്ടെ, മറ്റെന്തോ ആയിക്കോട്ടെ, ഇന്ത്യയെ തൊട്ട് കളിച്ചാൽ നിന്നെയൊക്കെ പൊക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ഇപ്പോൾ ആർക്കും. ഒരുത്തനെയും വെറുതെ വിടത്തില്ല. ഇന്ത്യയെ നോവിച്ച, ഭാരതത്തെ നോവിച്ച ഒരാളുകളെയും ഇന്ത്യ വെറുതെ വിടാൻ പോകുന്നില്ല. അതിന് തക്കവണ്ണമുള്ള ഭരണമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ വളരെ വ്യക്തതയോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അജ്ഞാതരുടെ പൂന്ത് വിളയാട്ടമാണ് സത്യം പറഞ്ഞാൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാനഡയിൽ, അമേരിക്കയിൽ, പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ എന്ന് വേണ്ട സകല സ്ഥലങ്ങളിലും അജ്ഞാതർ വിളയാടുകയാണ്. നമ്മുടെ ഈ മൊസാദ്, ഇസ്രായേലിൻ്റെ മൊസാദിനെയൊക്കെ പോലെ ഇന്ത്യയുടെ അജ്ഞാതന്മാരിങ്ങനെ നിറഞ്ഞാടുകയാണ്. സത്യം പറഞ്ഞാൽ അത് ഒരു സന്തോഷം തരുന്ന ഒരു നിമിഷമാണ്. നമുക്കൊരു അജ്ഞാതന്മാരുടെ ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ, ഓരോ ദിവസം തോറും ഇങ്ങനെ വാർത്തകൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. നമ്മളിങ്ങനെ പല അജ്ഞാതന്മാരുടെ കഥകളും, ഇപ്പം മൊസാദിൻ്റെ കാര്യങ്ങളും അതുപോലെ അമേരിക്കയുടെ CIA കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മളിങ്ങനെ നമുക്കും ഒരു ആഗ്രഹമില്ലേ. അതെന്തായാലും ഭാരതം നല്ല വൃത്തിക്ക് 2014 മുതൽ ഇങ്ങോട്ട് കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇനിയും ചെയ്യാൻ കിടക്കുക, വളരെ ഏറെ ചെയ്യാൻ കിടക്കുക. ദ്രോഹിച്ച പല ആൾക്കാരും ഉണ്ട്. ഇന്ത്യയെ ദ്രോഹിച്ച പാർലമെൻറ്റ് ആക്രമണവും താജും എന്ന് വേണ്ട കുറേ കോൺഗ്രസിൻ്റെ 60 വർഷ ഭരണകാലത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടോ അത് മുഴുവൻ ഇന്ത്യയെ എന്നൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവരെ ഒരുത്തനെയും ഭാരത സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ ഇന്ത്യ വെറുതെ വിടത്തില്ല എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇതുപോലുള്ള നല്ല വാർത്തകൾ എന്നും ഇങ്ങനെ കേൾക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അജ്ഞാതന്മാർ ഒന്നറിഞ്ഞ് കേരളത്തിലും കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം കേരളത്തിലും ധാരാളം പേര് ഇങ്ങനെ അജ്ഞാതന്മാരെ കാത്തിരിപ്പുണ്ട്. നമുക്കറിയാൻ പറ്റും കേരളത്തിന് പുറത്തുള്ളത് വിഷയങ്ങളൊക്കെ തീർത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ, നമുക്കറിയാൻ പറ്റും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.